അങ്ങനെ നമ്മുടെ കേട്ടിട്ട് എക്സാം പറഞ്ഞ തീയതിയിൽ തന്നെ ഡിസംബർ മാസം 29-നും 30-നുമായിട്ട് നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ആ ഒരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം അവസാന കാലത്തിലൊക്കെ അവസാന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്നതിലും മാക്സിമം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഡിസ്കഷൻ സെഷനിലേക്ക്. ഒരു പക്ഷേ ഈ ഒരു വർഷത്തെ 2023 ഏറ്റവും അവസാനത്തെ വീഡിയോ ആയിരിക്കും, ഈ ഒരു ചാനലിലുള്ള അവസാനത്തെ വീഡിയോ ആയിരിക്കും നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു സെഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ നല്ല അല്ലെങ്കിൽ വളരെ മികച്ച ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം നമുക്ക് ഏതിൽ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ. അപ്പോൾ ഞാൻ ഒരുപാട് ആളുടെ കമൻറ്റ് കണ്ടു, എന്താണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ എന്താ നടത്താത്തതെന്നുള്ളത് അല്ലേ. എന്താണ് നമ്മളിപ്പോൾ കാറ്റഗറി പിന്നെ 4ൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല, 3യുടെയും 2ൻ്റെ ഒക്കെ കുറച്ച് ബാലൻസ് അവിടെ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ. അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്കിലായിരുന്നു. അത് മാത്രമല്ല അവസാനം നമുക്ക് കുറച്ച് ലേറ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടാൻ. ഫസ്റ്റ് ഡേ കാറ്റഗറി 1ഉം 2ഉം നടന്ന സമയത്ത് അത്യാവശ്യം എല്ലാവരും പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 3യും 4ഉം കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ദിവസം എന്തായിരുന്നു, കാറ്റഗറി 3യുടേത് കുറച്ച് ലേറ്റ് ആയപ്പോൾ കിട്ടി. പക്ഷേ 4 കുറച്ചും കൂടി കൂടുതൽ ലേറ്റ് ആയി പോയപ്പോൾ അതിനിടയിൽ എന്താണ് നമ്മളും കുറച്ച് തിരക്കിലായി പോയി, അങ്ങനെ വിട്ടുപോയതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺഫ്യൂഷൻ വേണം. തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള പെൻഡിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, പരീക്ഷ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ പഠനം നിൽക്കുന്നില്ല, നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങളുടെ സംശയങ്ങൾ തന്നെയാണ്. കാരണം മെസ്സേജ് വഴിയും അതുപോലെ കമൻറ്റിലൊക്കെ കണ്ടിട്ടുള്ള 1-2 സംശയങ്ങളാണ്. കാരണം കേട്ടറ്റ് എക്സാം കഴിഞ്ഞു, ഇനിയിപ്പം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അല്ലേ. അങ്ങനെ പറയുമ്പോൾ 1-2 സ്റ്റെപ്പുകൾ നമുക്ക് അവിടെ സൂചിപ്പിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു കേട്ടറ്റ് എക്സാം കഴിഞ്ഞാൽ ആദ്യം വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ്, നമ്മൾ കഴിഞ്ഞ എക്സാമിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ കീ നമുക്ക് തരാനുണ്ട്. അതായത് പരീക്ഷാ ഭവൻ എന്ത് ചെയ്യും, ഇതിൻ്റെയൊക്കെ ഒരു ആൻസർ കീ നമുക്ക് ആദ്യം സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് തരും. അതിൻ്റെ പേരാണ് പ്രൊവിഷണൽ ആൻസർ കീ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, പ്രൊവിഷണൽ ആൻസർ കീ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് വരുന്ന ഒരു ആൻസർ കീ എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വരുന്നത് വരെയും നിങ്ങൾ മറ്റ് ഓരോ സോഴ്സിൽ നിന്നും, ഏത് സോഴ്സിൽ നിന്നായാലും നമ്മുടെ ചാനലടക്കം ഏത് സോഴ്സിൽ നിന്ന് കിട്ടുന്നതിനെയും നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പൂർണ്ണമായും വിശ്വസിക്കാൻ പാടില്ല ആൻസർ കീനെ. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊവിഷണൽ കീയെ ഒരു 90% നിങ്ങൾക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വരാനുള്ളത് പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അതെപ്പോൾ വരും എന്നാണ് ഇനി ഒരുപാട് ആളുകളുടെ സംശയം അല്ലേ. സാധാരണഗതിയിൽ ഞാനെല്ലാം നോർമലായിട്ട് ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു എക്സാം കഴിഞ്ഞാൽ 2 ആഴ്ച മിനിമം എടുക്കാറുണ്ട്. അതിനുശേഷമാണ് പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുള്ളത്. ഓക്കെ, മിനിമം ഒരു 10 ദിവസം എന്തായാലും എടുക്കും. ആ രീതിയിലാണ് ഇതുവരെയും വന്നിട്ടുള്ളത്. ഓക്കെ, അവസാനം ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ നോർമലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ 2 വീക്സ്, ഓക്കെ, 2 വീക്ക് അല്ലെങ്കിൽ 2 ആഴ്ച നമ്മൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ രീതിയിലാണ് പ്രൊവിഷണൽ ആൻസർ കീ വരിക. അത് ഒരുപാട് കൂടിയിട്ടുണ്ട്, ഒരു മാസത്തിലധികമൊക്കെ എടുത്ത് പരീക്ഷകളുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് മിനിമം ഈ ഒരു ടൈം എടുക്കാറുണ്ട്. അങ്ങനെയാണ് പ്രൊവിഷണൽ ആൻസർ കീ വരിക. പ്രൊവിഷണൽ ആൻസർ കീ എന്ന് വെച്ചാൽ ഓരോ കാറ്റഗറിയുടെയും 1 മുതൽ 150ാമത്തെ ചോദ്യം വരെയുള്ള എല്ലാത്തിൻ്റെയും എല്ലാ ആൽഫ കോഡും എയും ബിയും സിയും ഡിയുടെ ഒക്കെ ആൻസർ നമുക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് തരും. ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ അല്ലെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ തന്നെ ചിലപ്പോൾ 1-2 മിസ്റ്റേക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. ആർക്ക്, പരീക്ഷാ ഭവന് പോലും മിസ്റ്റേക്ക് വരാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നുകൂടുകയില്ല അല്ലേ. പരീക്ഷാ ഭവൻ്റെ എക്സ്പേർട്ട് ടീം തരുന്നതാണ് പ്രൊവിഷണൽ ആൻസർ കീ, അതിൽ മിസ്റ്റേക്ക് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 5 ദിവസം നമുക്ക് സമയം തരും. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ തരുന്ന പ്രത്യേകം ഫോർമാറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിന് ശേഷമാണ് എന്ത് വരിക, റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരെണ്ണം വരും. റെക്ടിഫൈഡ് കീ അല്ലെങ്കിൽ റെക്ടിഫൈഡ് ആൻസർ കീ. ഓക്കെ, ഈ റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ടാവില്ല, ഒരിക്കലും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് ഉണ്ടാവില്ല. ഏതെങ്കിലും ആദ്യം തന്ന പ്രൊവിഷണൽ കീ പ്രകാരം ഏതെങ്കിലും ഒരെണ്ണം തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കുറച്ചെണ്ണത്തിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ഉള്ളത് മാത്രം എന്ത് ചെയ്യും, എഡിറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ആൻസർ കീയാണ് റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് പറയുന്നത്. ഈ ഒരു ആൻസർ കീക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ന് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് അവർ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ റെക്ടിഫൈഡ് കീ ആണ് അടുത്തത് വരാനുള്ളത്. ആദ്യം പ്രൊവിഷണൽ കീ ആണ്, പിന്നീട് മിനിമം ഒരു 10 ദിവസമൊക്കെ എടുക്കാറുണ്ട്, ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് റെക്ടിഫൈഡ് ആൻസർ കീ. ചിലപ്പോൾ അതിൽ ലേറ്റ് ആയിട്ടുമുണ്ട്. ക്ലിയർ. ഇത് പറഞ്ഞല്ലോ, ഇതെല്ലാം പരീക്ഷ ഭവൻ തീരുമാനിക്കുന്ന പോലെയാണ്. ഒന്നിനും കൃത്യമായിട്ടുള്ളൊരു തീയതിയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു സമയം ഒന്നുമില്ല. ഒരാഴ്ചക്കുള്ളിൽ വരും അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വരും എന്നൊക്കെ പലരും പറയുന്നെങ്കിലും ഇന്നലെ അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ഫിക്സഡ് ഡേറ്റ് ഇല്ല, ടെൻറ്റേറ്റീവ് ആണ്, അത് അവർ പറയുന്ന പോലെയാണ്. ഓക്കെ, അങ്ങനെ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ റെക്ടിഫൈഡ് കീ വന്നാൽ പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം വീണ്ടും എടുത്തിട്ടാണ് എന്ത് വരിക, നമ്മുടെ റിസൾട്ട് വരിക. ഇതാണ് അടുത്ത പ്രൊസീജിയർ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ റിസൾട്ടാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പിന്നെ ടീച്ചേഴ്സിൻ്റെ എക്സാമിൽ, അതായത് സ്പെഷ്യൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നല്ലോ ഓഗസ്റ്റ് മാസം വന്ന നോട്ടിഫിക്കേഷനിൽ, ആ ഒരു എക്സാമിന് റെക്ടിഫൈഡ് കീ ഒക്കെ വരാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് പ്രൊവിഷണൽ കീ ഒക്കെ വരാൻ ഒരുപാട് ലേറ്റ് ആയി. പക്ഷേ അതൊക്കെ വന്ന് പെട്ടെന്ന് വിത്തിൻ 2 days നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ സ്പീഡിലും വരാം. ക്ലിയർ. എങ്ങനെയും വരാം.
ഞാൻ പറഞ്ഞത് അതിന് പ്രത്യേകിച്ചൊരു ടൈമൊന്നുമില്ല, പക്ഷേ വരാനുണ്ട്. ചിലപ്പോൾ ലേറ്റ് ആവാം, ചിലപ്പോൾ നേരത്തെ വന്നേക്കാം. ഇതാണ് റിസൾട്ടിൻ്റെ കാര്യം. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഒഫീഷ്യലി കേട്ടറ്റ് പാസ്സായി. പിന്നെന്താണെന്നറിയോ, പിന്നെ വരുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ വെരിഫിക്കേഷൻ നടത്താനുണ്ട്. മീൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങളിപ്പോൾ BEd പാസ്സായവരാണ്, അല്ലെങ്കിൽ TTC പാസ്സായവരാണ്, എനിക്ക് ഡിഗ്രി ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പെർസെൻറ്റേജ് മാർക്കൊക്കെ നിങ്ങളാണ് കൊടുത്തത്, രജിസ്റ്റർ നമ്പറൊക്കെ നിങ്ങൾ വെബ്സൈറ്റ് കൊടുത്തു എന്നേ ഉള്ളൂ, ആരും അത് വെരിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങളൊരു ക്വാളിഫിക്കേഷൻ കൊടുത്തു, ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് നിങ്ങളിപ്പോൾ എക്സാം എഴുതിയത്. പക്ഷേ പരീക്ഷ ഭവനെ എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുത്തതൊക്കെ ശരിയാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എന്ത് ചെയ്യാനുണ്ട്, പരിശോധിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ കൊടുത്ത കാര്യങ്ങളും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനലാണ് പറയുന്നത്, ആ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വെരിഫൈയിങ് അതോറിറ്റിയുടെ മുന്നിൽ ഹാജരാവേണ്ടി വരും, അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഏത് സെൻറ്ററിൽ എവിടെയാണോ നിങ്ങൾ എക്സാം എഴുതിയത് ആ ഒരു എക്സാം സെൻറ്റർ വരുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉണ്ട്, DEO അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് DEO, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ് അല്ലേ. ആ DEO ഓഫീസിൽ പോയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ കേട്ടറ്റിൻ്റെ വെരിഫിക്കേഷൻ നടത്തേണ്ടത്. അതായത് നമുക്ക് ഡേറ്റ് തരും, റിസൾട്ട് വന്ന ഒരാഴ്ച കഴിഞ്ഞാൽ, മിനിമം ഒരാഴ്ചയാണ്, ആ ഒരാഴ്ച കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, ഇതിനുള്ള വെരിഫിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം മറ്റൊരു കാര്യമുണ്ട്, എന്താണ്, ഈ SLC എക്സാമിനേഷനൊക്കെ ഫെബ്രുവരി മാർച്ച് 4-ാം തീയതി നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അതിന് മുന്നേ തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, വെരിഫിക്കേഷൻ അടക്കം അതിനുള്ളിൽ തന്നെ നടക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാഫ് കംപ്ലീറ്റ് എക്സാമിൻ്റെ തിരക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ SLC എക്സാം മാർച്ച് 4 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഫെബ്രുവരിക്ക് മുന്നേ തന്നെ പെട്ടെന്ന് വരാനൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്, വെരിഫിക്കേഷനൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കും. അതും കൂടെ നടന്നു കഴിഞ്ഞാൽ എന്തായി, നിങ്ങൾ ഓക്കെ ആണെന്നുള്ളത് പരീക്ഷ ഭവന് ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ എന്തായി, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് പിന്നീട് നമുക്ക് കിട്ടേണ്ടത്. വെരിഫിക്കേഷൻ കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ നിങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി, ഓക്കെ, ആ സ്റ്റെപ്പെല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ എന്ത് ചെയ്യാം, ഒരു 2-3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും. വീട്ടിലേക്ക് വരില്ല, എവിടെ പോയിട്ടാണോ വെരിഫൈ ചെയ്യുന്നത് അവിടെ പോയി നിങ്ങൾ കളക്ട് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ 5th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റെപ്പാണ് ഏത്, കളക്ഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്. കളക്ഷൻ അത് ഞാൻ പറഞ്ഞു, ഒരിക്കലും നമ്മൾ പോസ്റ്റൽ വഴി, ഇപ്പോൾ ഡിഗ്രീൻ്റെ ഒക്കെ നിങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് സ്പീഡ് പോസ്റ്റ് വഴി, പക്ഷേ ഇവിടെ അങ്ങനെ രജിസ്റ്റേർഡ് വഴിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ എവിടെയാണോ വെരിഫൈ ചെയ്യുന്നത് അവിടെ തന്നെ പോയിട്ട് വീണ്ടും എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അതൊന്നും വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ഈ വെരിഫിക്കേഷനും കളക്ഷനൊക്കെ അതിൻ്റെ പിന്നാലെ അങ്ങ് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ മെയിനായി വരുന്നത് ഇത്രയും സ്റ്റെപ്പാണ്. അതിൽ ഒരു ചെറിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രൊവിഷണൽ ആൻസർ കീയും റെക്ടിഫൈഡ് ആൻസർ കീയും പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞൊരു ആശങ്കയുണ്ട്, അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ സൂചിപ്പിക്കാം. കാരണം ഇപ്പോൾ നിലവിൽ LP UP എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ തൊട്ടടുത്ത ദിവസം, മിക്കവാറും അടുത്ത വർഷം January 1 തന്നെ ആ ഒരു വീഡിയോ ഉണ്ടാവും. ഓക്കെ, അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. അപ്പോൾ LP UP എക്സാമിന് അത് ഡീറ്റെയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ LP UP എക്സാം അപ്ലൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, കേട്ടറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ കാറ്റഗറി 1 അല്ലെങ്കിൽ കാറ്റഗറി 2 ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് LP UP അപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. അതിൽ രണ്ടും ഇല്ലാത്ത ആളുകൾ ഒരുപാടുണ്ട് ഇപ്പോൾ പരീക്ഷ എഴുതി വെയിറ്റ് ചെയ്യുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം LP UP നോട്ടിഫിക്കേഷൻ വരുന്നത് PSC ആണ്, കേരള PSC ആണ്. കേട്ടറ്റ് നടത്തുന്നത് കേരള പരീക്ഷ ഭവനാണ്. രണ്ടാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ബന്ധമില്ല മീൻസ് എന്താണ്, രണ്ടും രണ്ട് അതോറിറ്റിയാണ്. ഓക്കെ, രണ്ടാളും തീരുമാനിച്ചിട്ടല്ല ഒന്നും ചെയ്യുന്നത്. അപ്പോൾ ഈ LP UPയുടെ അവസാന തീയതി എന്ന് വെച്ചാൽ January 31-ാം തീയതിയാണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യൂല. PSCക്ക് അങ്ങനെ ഉണ്ട് ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഏതോ 1-2 അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മുന്നേ കോവിഡിൻ്റെ സമയത്തൊക്കെ. പക്ഷേ ഇവിടെ January 31 ഇതിൻ്റെ ഉള്ളിൽ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ കേട്ടറ്റ് എഴുതിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. കേട്ടറ്റ് എഴുതിയ മീൻസ് ക്വാളിഫൈ ചെയ്യാത്തവർക്ക് ജസ്റ്റ് മിനിമം ക്വാളിഫിക്കേഷനാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് LP UPക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സെറ്റോ അല്ലെങ്കിൽ പിന്നെ M.Edോ കാര്യങ്ങളൊക്കെ ഉണ്ട്, C.Tech ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും LP UP അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ പരീക്ഷ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ കാണുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി എല്ലാവരും ഒന്ന് പരീക്ഷ മുതലേക്ക് ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, വർക്കിംഗ് ഡേയിൽ നാളെ മുതൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തു, എപ്പോഴാണ് ഉണ്ടാവുക, ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് വരണം. അപ്പോൾ LP UP അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഒന്നും ചെയ്യേണ്ട, അതിൻ്റെ ഒറിജിനൽ ഒന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട. എന്ത് ചെയ്താൽ മതി, ക്വാളിഫൈ ചെയ്താൽ മതി. ക്വാളിഫൈ ചെയ്യില്ല വെച്ചാൽ റിസൾട്ട് വന്നിരിക്കണം, അത് നിർബന്ധമാണ്. അല്ലാതെ ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഇപ്പോൾ ചാടിപ്പോയിട്ട് ഒരാളും അപ്ലൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റിസൾട്ട് വന്നാൽ പോലും നിങ്ങൾക്കത് ഡിസ്ക്വാളിഫൈ ചെയ്തു പോകും. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ആരും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണ്ട. ഓക്കെ, ഇപ്പോൾ വെയിറ്റ് ചെയ്യുമോ, നിങ്ങൾ സമയമുണ്ടല്ലോ.
അപ്പോൾ അങ്ങനെയാണുള്ള കാര്യം. അപ്പോൾ എൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പരീക്ഷാഭവൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്ത് അവരോട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ സ്പീഡപ്പ് ചെയ്ത് തന്നേക്കാം. കാരണം ഇപ്പോൾ സെറ്റിൻ്റെ ഒക്കെ റിസൾട്ട് അവരങ്ങനെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, സെറ്റൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. LBS സെൻറ്റർ പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്ത് തന്നേക്കാം, അങ്ങനെ ചെയ്യാം. ഒരിക്കലും കേട്ടിട്ട് റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് LPUPക്ക് വേണ്ടി PSC അങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല. രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരുപാട് ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ അത് പക്ഷേ എക്സാം നടന്നിട്ടില്ല കേട്ടോ, അത് ഒരുപാട് ലേറ്റ് ആയിരുന്നു എക്സാം. ഇതിപ്പോൾ എക്സാം നടന്നു ഓൾറെഡി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ SLC എക്സാം ഒക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് സ്പീഡാക്കാനൊരു സാധ്യതയുണ്ട്. കാരണം എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിൻ്റെ തിരക്കിലേക്ക് മാറും. പിന്നെ ആ ഒരു മാസം നോക്കണ്ട, മാർച്ച് മാസത്തിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട യാതൊരു പരിപാടിയും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഏപ്രിൽ മാസം തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെ അത്രയും ലേറ്റൊന്നും ആക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ തവണ തന്നെ ഈ ഒരു സമയത്ത് തന്നെ വരും നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു ഉണ്ടായത്, എന്താണ് എക്സാമിൻ്റെ സമയത്താണ് ഉണ്ടായത്. പക്ഷേ എക്സാമിന് മുന്നേ തന്നെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിന്, കുറച്ച് സ്പീഡിൽ വന്നതിന് റിസൾട്ട്. അതുപോലെ തന്നെ മാർച്ച് മാസത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ പുതിയത് വരികയും ചെയ്തിന്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്പീഡ് ഇപ്പോൾ ചെയ്യും. പക്ഷേ അവർ ചെയ്യട്ടെ എന്ന് വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് വിളിച്ച് ആവശ്യം, അതായത് അങ്ങോട്ട് ഞെട്ടിക്കാൻ പാടില്ല, നല്ല വൃത്തി നിങ്ങൾ പൊളൈറ്റായിട്ട് സംസാരിക്കുക. ഇതാണ് ഞാനിവിടെ കാണുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ കേട്ടിട്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ കേട്ടിട്ട് ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ 3 അല്ല 2 ഒക്കെ ക്വാളിഫൈ ചെയ്തവരുണ്ട്, ഒന്നിലധികം ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് എക്സാം എഴുതിയവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. അതുപോലെ ഇതിന് മുന്നേ CTET അപ്ലൈ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും, അവർ സെറ്റ് കിട്ടിയവരുണ്ടാവും, നെറ്റുള്ളവരുണ്ടാവും, MPhil ഉള്ളവരുണ്ടാവും, ഓക്കെ M ഉള്ളവരുണ്ടാവും. അവർക്കൊക്കെ ഒരു പ്രശ്നമില്ല, ചെയ്യാം. ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. അല്ലാത്തവരാണ് തീരെ ഈ പറഞ്ഞ ഒന്നിലുള്ള ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു നിങ്ങളാരും വിഷമിക്കാനല്ല, ഞാനിപ്പോൾ ഒരു യാഥാർത്ഥ്യം പറഞ്ഞാണ്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ല നമ്മൾ മിണ്ടാതിരുന്നിട്ട് അവസാന ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ. അതുകൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കേട്ടിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള അപ്ഡേറ്റൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പ് പ്രൊസീജിയറൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, അവിടെ അതും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുക, അതായത് നല്ലൊരു പുതുവർഷം. ഓക്കെ, 2024 2024 ആണ്, ആശംസിക്കുവാണ്. അപ്പോൾ ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ സൈക്കോളജിയും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ കാറ്റഗറി 2-നും ഇതിനൊക്കെ പഠിച്ച സോഷ്യലും സയൻസും മാത്സൊക്കെയാണ് ഇനി നമുക്ക് എന്തുകൊണ്ട് LPUP പോലുള്ള എക്സാമിന് ഒക്കെ ആവശ്യമുള്ളത്. ഇപ്പോൾ സോഷ്യൽ മാത്രം പഠിച്ചവരുണ്ടാവും, സയൻസ് മാത്സ് മാത്രം പഠിച്ചവരുണ്ടാവും. ഇനി എല്ലാവരും എല്ലാം പഠിക്കണം, എന്നാലേ നമുക്ക് UPSCക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എല്ലാം പഠിക്കണം. അതുകൊണ്ട് എല്ലാവരും ഇനി എല്ലാം പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം. അതുകൊണ്ട് ഒരു ദിവസം പോലും നാളെ മുതൽ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യൽ തന്നെ, പിന്നെ വേറെ ഒന്നുമില്ല. എഴുതാൻ പറ്റുമില്ലൊന്നുമില്ല, അങ്ങ് തുടങ്ങുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എല്ലാം ചെയ്യണം. SRT ഒക്കെ നമ്മൾ ഇനി അരിച്ചു പറക്കും. ഓക്കെ, മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തുടങ്ങും. എല്ലാം പൂട്ടി ഒരു മുക്കും മൂലയും നമ്മൾ വിടാതെ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ കൂടെ ഉണ്ടാവും, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം, പേഴ്സണലായിട്ടും ചോദിക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.